എൻ്റെ സഹോദരന്മാർ ഒന്ന് ഗൗരവമായി ചിന്തിച്ചു നോക്കൂ. സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധ ഖുർആനിൻ്റെ മുഖദ്ദിമയാണ്, അഥവാ ആമുഖമാണ്, പ്രീഫേസ് ആണ്. ഈ സൂറത്തുൽ ഫാത്തിഹയിൽ വെറും 7 സൂക്തങ്ങളാണുള്ളത്, 7 വാചകങ്ങളാണുള്ളത്. ഈ ഫാത്തിഹയാണ് നമ്മൾ എല്ലാ ദിവസവും 17 പ്രാവശ്യം നമസ്കാരത്തിൽ ഓതുന്നത്. 17 റക്അത്താണ് നമ്മൾ ഒരു ദിവസം നമസ്കരിക്കുന്നത്. നിർബന്ധ നമസ്കാരത്തിൻ്റെ ഭാഗമായി, ഫർദ് നമസ്കാരത്തിൻ്റെ ഭാഗമായി 17 പ്രാവശ്യമാണ് നമ്മൾ ഫാത്തിഹ ഓതുന്നത്. ഒരു ദിവസം 17 പ്രാവശ്യം നമ്മൾ ഫാത്തിഹ ഓതുന്ന ഒരു നമസ്കാരക്കാരൻ ഒരു മാസം നമസ്കരിക്കുമ്പോൾ 510 ഫാത്തിഹ ഓതിയിട്ടുണ്ടാകും. ഒരു കൊല്ലം അയാൾ ഫാത്തിഹ ഓതി ഫർദ് നമസ്കാരം മാത്രം നിർവഹിക്കുമ്പോൾ 6120 ഫാത്തിഹ അയാൾ ഓതിയിട്ടുണ്ടാകും. 10 കൊല്ലമായി നമസ്കരിക്കുന്ന ഒരു വിശ്വാസി, ഒരു മുസ്ലിം 61,200 ഫാത്തിഹ ഓതിയിട്ടുണ്ടാകും ഈ 10 കൊല്ലത്തിനിടയിൽ. 30 കൊല്ലം നമസ്കരിക്കുന്ന ഒരു വിശ്വാസി, ഒരു മുസ്ലിം 1,83,600 ഫാത്തിഹ ഓതിയിട്ടുണ്ടാകും. 1,83,600 ഫാത്തിഹ. 30 കൊല്ലമായി നമസ്കരിക്കുന്ന നിരവധി ആളുകൾ ഇതിനകത്തിരിപ്പുണ്ട്. 30 കൊല്ലം നമസ്കരിച്ച ഒരാൾ 1,83,600 ഫാത്തിഹ ഓതിയിട്ടുണ്ടാകും. നിങ്ങളൊന്ന് ആലോചിക്കണം, 1,83,000 പ്രാവശ്യം ഫാത്തിഹ ഓതിയിട്ടും അതിൻ്റെ അർത്ഥം എന്താണ് എന്നറിയാവുന്ന എത്ര ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്? ഖുർആനിൻ്റെ 7 ആയത്തുകൾ മാത്രമുള്ള ഒരു അധ്യായമാണത്. നിരന്തരമായി നമ്മൾ ഓതുകയാണ്. അത് നമസ്കാരത്തിൽ മാത്രമല്ലെന്ന് ആലോചിക്കണം. സുന്നത്ത് നമസ്കരിക്കുന്ന ആളുകൾ അതിന് ഓതുന്നു, അതല്ലാതെ ഫാത്തിഹ ഓതുന്ന ആളുകളുണ്ട് വേറെ, അവരും ഓതുകയാണ്. അതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഒരു 30 കൊല്ലം ജീവിച്ചാൽ എത്ര ലക്ഷം ഫാത്തിഹ ഓതിയിട്ടുണ്ടാകും? എന്നിട്ട് അതിൻ്റെ അർത്ഥം അറിയാവുന്ന എത്ര ആളുകൾ ഈ സമുദായത്തിലുണ്ട്, ഈ സമൂഹത്തിലുണ്ട്? നമ്മളൊന്ന് ആലോചിക്കണം. എന്തെല്ലാം നമ്മൾ വായിച്ചു, എന്തെല്ലാം നമ്മൾ പഠിച്ചു, എന്തെല്ലാം റിസ്കുകളാണ് നമ്മൾ നമ്മുടെ ഈ 10-30 കൊല്ലത്തെ ജീവിതത്തിൽ എടുത്തിട്ടുള്ളത്. എന്തെല്ലാം കാര്യങ്ങളാണ് വളരെ പ്രയാസപ്പെട്ടും കഷ്ടപ്പെട്ടും നമ്മൾ അധ്വാനിച്ചും നേടിയെടുത്തത്. അതൊക്കെ നമ്മൾ നേടിയെടുത്തു. എന്നിട്ട് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഒരു ഫാത്തിഹയുടെ അർത്ഥം പോലും മനസ്സിലാക്കാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായില്ല എന്നാണ് അതിന് ഉത്തരം പറയാൻ കഴിയുക.